ഹലോ എവ്രി വൺ. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോണത് നമ്മുടെ ഫങ്ഷണൽ ഗ്രാമറിൽ വരണ അടുത്ത ടോപ്പിക്കാണ് കേട്ടോ. അടുത്ത ഒരു എസ് എ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് കവർ ലെറ്ററും സി വിയും പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കവർ ലെറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ അഡ്രസ്സ്, അതായത് ആരാണോ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് അവരുടെ അഡ്രസ്സാണ് നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് ഡേറ്റ് ആണ്. നമ്മൾ അയക്കുന്ന ദിവസത്തെ ഡേറ്റ് എഴുതുക. നെക്സ്റ്റ് എഴുതേണ്ടത് എന്താണ്, നമ്മൾ ഏത് കമ്പനിയിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഫേമിലേക്കാണ് അല്ലെങ്കിൽ എവിടേക്കാണോ ആ ഒരു ലെറ്റർ അയക്കുന്നത് ആ ഒരു അഡ്രസ്സാണ് നെക്സ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ അഡ്രസ്സ് എഴുതുക, പിന്നെ ഡേറ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റാണ് എഴുതേണ്ടത്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്കായിരിക്കും അപ്ലിക്കേഷൻ വെക്കുന്നത് അല്ലേ. അപ്പോൾ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റിലേക്ക് വേണമെങ്കിൽ ആവാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് പോസ്റ്റിലേക്കാണോ നമ്മളോട് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നത് അത് എഴുതുക. ഇപ്പോൾ ടീച്ചറാണെങ്കിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ. അങ്ങനെ ജസ്റ്റ് അത് മാത്രമാണ് നമ്മൾ എന്തായിട്ട് എഴുതേണ്ടത്, സബ്ജക്റ്റായിട്ട് എഴുതേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ സല്യൂട്ടേഷൻ ആണ്. ഡിയർ സർ അല്ലെങ്കിൽ ഡിയർ മാഡം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് എഴുതാം, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ഇൻ റെസ്പോൺസ് ടു യുവർ അഡ്വർടൈസ്മെൻറ്റ് ഇൻ മനോരമ ന്യൂസ് പേപ്പറിനോ. അതായത് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ് ഒന്നെങ്കിൽ ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ കണ്ടെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിലൂടെ കണ്ടെന്നോ അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുക ലെറ്റർ എഴുതാനായിട്ട്. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റത്തെ പാരഗ്രാഫ്. അതൊരു കുഞ്ഞ് പാരഗ്രാഫ്. ഇന്ന പേപ്പറിൽ ഇന്ന ഡേറ്റിൽ കണ്ടു അല്ലെങ്കിൽ ഇന്ന സൈറ്റിൽ ഇങ്ങനെ ഇപ്പോൾ ഇൻഡീഡ് പോലത്തെ ജോബ് സൈറ്റിൽ അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫസ്റ്റത്തെ ആ ഒരു കുഞ്ഞ് പാരഗ്രാഫ് പ്രസൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് 3 പാരഗ്രാഫാണ് കേട്ടോ കവർ ലെറ്ററിൻ്റെ ആ ഒരു ഇതിൽ വരേണ്ടത്, ബോഡിയിൽ വരേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫിൽ അങ്ങനെ എവിടെയാണോ കണ്ടത് അത് എഴുതുക. നെക്സ്റ്റ് പാരഗ്രാഫിൽ നിങ്ങളെക്കുറിച്ച് എഴുതുക. നിങ്ങൾക്ക് ഇത്ര വയസ്സായി, നിങ്ങൾക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഇത്രയും നാൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഇന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചുരുക്കിയിട്ട് ജസ്റ്റ് ഒരു ഇംപ്രഷൻ കിട്ടുന്ന രീതിയിൽ അത്രയും ഡീറ്റെയിൽസ് എഴുതുക. എന്നിട്ട് നിങ്ങൾ പറയുക എന്താണ് ഈ ഒരു ജോബിന് ഞാൻ ബെസ്റ്റ് ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഇന്ന സ്കിൽസൊക്കെ എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും, എൻ്റെ സ്കിൽസ് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ നിങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് അവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ സെക്കൻഡ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്, തേർഡ് പാരഗ്രാഫിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്, ഞാൻ എൻ്റെ സി വി അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഹിയർ ഐ ആം അറ്റാച്ചിങ് മൈ സി വി. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എന്താണ് ആ ഒരു സി വിന്ന് എൻ്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റില്ല. സോ ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഞാനത് അറ്റൻഡ് ചെയ്യാൻ റെഡിയാണ്, നിങ്ങളിൽ നിന്ന് ഒരു റെസ്പോൺസ് കിട്ടാനായിട്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു എന്ന് പറഞ്ഞിട്ടാണ് അത് എൻഡ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ റെസ്പോൺസ് നോക്കിയിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുക. ലാസ്റ്റ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നെയിം എഴുതാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കവർ ലെറ്ററിൽ വേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അറ്റാച്ച് ചെയ്യുമെന്ന് പറഞ്ഞാൽ സി വി ആണല്ലോ. പിന്നെ സി വിയുടെ കാര്യങ്ങളാണ്. സി വി ഒക്കെ ഒരു ബോക്സിലാക്കാൻ നോക്കുക കേട്ടോ. സി വി മാത്രമല്ല, കവർ ലെറ്റർ ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും മെമ്മോ ആയിക്കോട്ടെ, അതുപോലെ ഇൻഫോർമൽ ലെറ്റർ, ഫോർമൽ ലെറ്റർ, ഇതൊക്കെ ഒരു സ്ക്വയർ ബോക്സിലാക്കിയിട്ട് എഴുതാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തത് സി വി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സി വിയിൽ അപ്പം നമുക്ക് ആദ്യം തന്നെ എന്ത് കൊടുക്കാം, നെയിം കൊടുക്കാം, നമ്മുടെ നെയിം കൊടുക്കാം, പിന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം, പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി, നമ്മളെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ഒബ്ജക്റ്റീവ്സ്, അത് ഒബ്ജക്റ്റീവ്സ് നമുക്കിപ്പോൾ ഒരു ഇത് വരാണ്, ഇപ്പോൾ ഒരു ജോബ് ഓഫറൊക്കെ വരുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും അവർക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് ആ ഒരു ജോബിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഒബ്ജക്റ്റീവ്സ് എഴുതുക. പിന്നെ എഡ്യൂക്കേഷൻ എഴുതുക. എഡ്യൂക്കേഷൻ എഴുതുമ്പോൾ നിങ്ങളുടെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞത് എന്താണോ അത് തൊട്ട് താഴോട്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ആ ഒരു രീതിയിലായിരിക്കണം. ഇപ്പോൾ നമ്മൾ MCOM കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് MCOMന് മുന്നേ BCOM ആയിരുന്നു, പിന്നെ ഹയർ സെക്കൻഡറി ആയിരുന്നു, മാട്രിക്കുലേഷൻ അതായത് സ്റ്റേറ്റ് ബോർഡ് 10th വരെ. അപ്പോൾ അത് ആ ഒരു ഓർഡറിൽ എഴുതാം. ബാക്കോട്ടാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. എഴുതുമ്പോൾ നിങ്ങൾ ഏത് വർഷമാണ് പാസ് ഔട്ട് ആയത്, അല്ലെങ്കിൽ ഇപ്പോൾ 2018 to 2021 വരെയുള്ള ബാച്ച്, അങ്ങനെ ആ ഒരു ബാച്ച് എഴുതാം. പിന്നെ ഏത് യൂണിവേഴ്സിറ്റി ആണെന്ന് എഴുതാം. ഇപ്പോൾ MCOM BCOM ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഴുതാം. അതുപോലെ എത്ര പെർസെൻറ്റേജിലാണ് നിങ്ങൾ പാസ് ചെയ്തത്, അപ്പോൾ അത്ര പെർസെൻറ്റേജ്, ഇപ്പോൾ 75% ആണെങ്കിൽ 75% അല്ലെങ്കിൽ 85%, അതൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ സെക്ഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് എഴുതേണ്ടത്
വർക്ക് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഇതിന് മുന്നേ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് എവിടെയാണ്, ഏത് കമ്പനിയിലാണ്, ഏത് പൊസിഷൻ ആയിരുന്നു എന്ന് എഴുതണം. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യല്ല, പകരം ട്രെയിനിങ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ എവിടെയാണ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തത് എന്നുള്ള സംഭവങ്ങൾ എഴുതണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ നേരത്തെ നിന്ന കമ്പനിയിൽ നിന്നോ എവിടെ നിന്നെങ്കിലുമൊക്കെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അവാർഡ്സൊക്കെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ്. പേഴ്സണൽ ഇൻഫോർമേഷൻ വരുമ്പോൾ ഫസ്റ്റ് ഏജ് കൊടുക്കുക, പിന്നെ നിങ്ങൾ ഫീമെയിലാണോ മെയിലാണോ സെക്സ് കൊടുക്കുക, നിങ്ങളുടെ മാർഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ മാരീഡ് ആണോ മാരീഡ് അല്ലേ എന്നുള്ളത് കൊടുക്കണം. നെക്സ്റ്റ് നാഷണാലിറ്റി കൊടുക്കണം. അതേപോലെ തന്നെ ഫാദറിൻ്റെ നെയിം ഓക്യുപ്പേഷൻ, പിന്നെ മദറിൻ്റെ നെയിം ഓക്യുപ്പേഷൻ, പിന്നെ ഹോബീസ്, പിന്നെ ലാംഗ്വേജ്. ഇത്രയാണ് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫോർമേഷനിൽ കൊടുക്കേണ്ടത്. ലാസ്റ്റ് കൊടുക്കേണ്ടത് റെഫറൻസ് ആണ്. റെഫറൻസ് എന്ന് പറയുമ്പോൾ അതായത് നിങ്ങളെക്കുറിച്ച് ആരോട് ചോദിച്ചാലാണ് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ള ആ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിന്ന കമ്പനിയിലത്തെ ഒരു സ്റ്റാഫിൻ്റെയോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറിൻ്റെയോ അങ്ങനെ ആരുടെ വേണമെങ്കിലും നിങ്ങൾക്ക് റെഫറൻസിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു റെഫറൻസിന് ഒരു പേഴ്സൻ്റെ ഡീറ്റെയിൽസും കൊടുക്കണം. ഇത്രേ കാര്യങ്ങളാണ് ഒരു സി വിയിൽ വേണ്ടത്. ഓക്കെ അല്ലേ? അതേപോലെ അതിന് മുന്നേ സി വിക്ക് മുന്നാണ് നമ്മൾ കവർ ലെറ്റർ കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം കവർ ലെറ്റർ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ സി വി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സി വിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സബ്ജക്റ്റ് തരും, ഏത് ജോബിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, സി വി പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ ആയി, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയതുകൊണ്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം.